മഴക്കാലത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 3 കാറ്റഗറിയായിട്ട് തരംതിരിക്കാം. ഒന്ന് വായു വഴി പകരുന്ന രോഗങ്ങൾ, രണ്ടാമത്തത് ജലജന്യ രോഗങ്ങൾ, മൂന്നാമതായിട്ട് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ. എയ്ഡസ് ഈജിപ്തി എന്നുള്ള പകല് കടിക്കുന്ന പുലിക്കൊതുവാണ് ഇത് പ്രധാനമായിട്ടും സ്പ്രെഡ് ചെയ്യുന്നത്. ഒരു 1 കിലോമീറ്ററിനുള്ളിലെ എയ്ഡസ് ഈജിപ്തി കൊതുകുകൾ പറക്കാൻ സാധ്യതയുള്ളൂ. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് SP Foote ഹോസ്പിറ്റലാണ്. ഇപ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്തേക്കുന്നത് SP Foote ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് കൺസൾട്ടൻറ്റ് അശ്വതി മാം ആണ്. ഹായ് ഡോക്ടർ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇപ്പം മഴക്കാലം തുടങ്ങുകയാണ്. മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്കെല്ലാം പനി പിടിച്ചു തുടങ്ങും. പനിയുടെ ഒരു സീസണാണ്. അപ്പം എന്താണ് മഴക്കാലത്ത് ഇത്രയും രോഗങ്ങളുടെ സാധ്യത കൂടുന്നത്? മഴക്കാലം പൊതുവെ പനിക്കാലമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. എന്നാൽ മഴക്കാലം കുട്ടികൾക്ക് സന്തോഷകാലമാണ്. മഴയത്ത് കളിക്കാനും വെള്ളത്തിൽ ചാടാനും ഇഷ്ടപ്പെടാത്ത ഏത് കുട്ടിയാണുള്ളത്? എന്നാൽ ഇതിനു പുറകിൽ പല അപകട സാധ്യതകളും പതിയിരിപ്പുണ്ട്. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതിനാൽ തന്നെ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് എന്നിവ വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. തന്മൂലം ഇവ മൂലമുള്ള ഇൻഫെക്ഷൻസ് കൂടാനുള്ള സാധ്യതയുമുണ്ട്. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാൻ അധികം സാധ്യതയുണ്ടല്ലോ. അതുമൂലം തന്നെ കൊതുകുകൾ പെറ്റുപെരുകാനുള്ള സാധ്യതയേറുന്നു. കൊതുകുജന്യ രോഗങ്ങളും നാച്ചുറലി കൂടുന്നു. മൂന്നാമതായിട്ട് ഈ മഴക്കാലം വരുമ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യതയുണ്ടാകുന്നു. ഭക്ഷണവും വെള്ളവും വഴി പകരുന്ന മലിനമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും വഴി പകരുന്ന രോഗങ്ങളുടെ തോതും കൂടുന്നു. ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് കുട്ടികൾക്ക് പ്രധാനമായിട്ടും വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, മഴക്കാലത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 3 കാറ്റഗറിയായിട്ട് തരംതിരിക്കാം. ഒന്ന് വായു വഴി പകരുന്ന രോഗങ്ങൾ, രണ്ടാമത്തത് ജലജന്യ രോഗങ്ങൾ, മൂന്നാമതായിട്ട് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ. ഇതിൽ വായു വഴി പകരുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും നമുക്കറിയാവുന്നതുപോലെ തന്നെ വൈറൽ പനി, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ത്രൂട്ട് ഇൻഫെക്ഷൻസ്, ഫെരിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന ത്രൂട്ട് ഇൻഫെക്ഷൻസ്, ശ്വാസകോശ രോഗങ്ങൾ, കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ H1N1, H3N2 എന്ന കാറ്റഗറിയിലുള്ള വൈറസുകൾ ഉൾപ്പെടുന്ന ഇൻഫ്ലുവൻസ രോഗങ്ങൾ, ന്യൂമോണിയ എന്നിവയാണ്. ഈ അന്തരീക്ഷം തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അലർജി, ബ്രോങ്കിയൽ ആസ്മ, ബ്രോങ്കിയോലൈറ്റിസ് എന്നിങ്ങനെയുള്ള അസുഖങ്ങളുടെ തോതും വർദ്ധിച്ച് കാണുന്നുണ്ട്. ഇനി ജലജന്യ രോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായും കോളറ, ടൈഫോയിഡ് പനി, മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് E ഇൻഫെക്ഷൻസ്, മറ്റ് റൂട്ട വൈറസ്, ഇ കോളൈ, ഷിഗല്ല എന്നിങ്ങനെയുള്ള മറ്റ് പല അണുക്കളും ഉണ്ടാക്കുന്ന ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വിഭാഗത്തിൽപ്പെടുന്ന വയറിളക്ക രോഗങ്ങൾ ഇവയെല്ലാം കാണാം. ഈ മലിനമായിട്ടുള്ള വെള്ളത്തിൽ, എലി മൂത്രം കലരുന്ന മലിനമായിട്ടുള്ള വെള്ളത്തിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് മൂലമുണ്ടാകുന്ന എലിപ്പനിയും ഈ ഒരു വിഭാഗത്തിൽ തന്നെ പെടുന്നു. ഇനി മൂന്നാമതായിട്ടുള്ള കാറ്റഗറി കൊതുക് പരത്തുന്ന രോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻ ഗുന്യ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, മലേറിയ ഇങ്ങനെയുള്ള രോഗങ്ങളാണ് പ്രധാനമായും മഴക്കാലത്ത് കൂടുതലായി കാണുന്നത്. ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരുമോ? വായു വഴി പകരുന്ന രോഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വൈറൽ ഫീവർ, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ, ഈവൻ ത്രൂട്ട് ഇൻഫെക്ഷൻസ് ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള രോഗങ്ങൾ അല്ലേ. അപ്പോൾ പനി, ചുമ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, കഫക്കെട്ട് ഇവയാണ് അതിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്ന ലക്ഷണങ്ങൾ. ഇനി ജലജന്യ രോഗങ്ങളായിട്ടുള്ളത് ടൈഫോയിഡ് പനി. ടൈഫോയിഡ് പനി ഏകദേശം നമുക്കൊരു 5 മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പനിയാണ് ഈ ടൈഫോയിഡ് പനി. അത് ശരിയായി ചികിത്സിച്ചില്ല എങ്കിൽ പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. കോളറയാണെങ്കിൽ ശക്തമായിട്ടുള്ള പനിയോടൊപ്പം തന്നെ അതികഠിനമായിട്ടുള്ള ഛർദിൽ, വയറിളക്കം, വയറുവേദന ഇതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ശക്തമായിട്ടുള്ള വയറിളക്കവും ഛർദിലും കാരണം തന്നെ കുഞ്ഞുങ്ങളുടെ ദേഹത്തുള്ള വെള്ളവും ഇലക്ട്രോലൈറ്റ്സും ലവണങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് സിവിയർ ഡീഹൈഡ്രേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്താനും കുഞ്ഞുങ്ങൾക്ക് അതുമൂലം അപകടമുണ്ടാകാനും കോളറ മൂലം സാധ്യതയുണ്ടാകുന്നു. ഈ മഞ്ഞപ്പിത്ത രോഗങ്ങളായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B യൂഷ്വലി ഹോസ്റ്റൽസിലുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പനി, റിപ്പീറ്റഡ് ആയിട്ടുള്ള വോമിറ്റിംഗ്, അത്യധികമായിട്ടുള്ള ക്ഷീണം ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. വാക്സിൻസ് വഴി ഹെപ്പറ്റൈറ്റിസ് A പൂർണ്ണമായിട്ടും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പിന്നെ എലിപ്പനി
എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിൽ, മലിനജലത്തിൽ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോഴാണ് ലെപ്റ്റോസ്പൈറ എന്നുള്ള അണു കുഞ്ഞിൻ്റെ ദേഹത്തേക്ക്, കുഞ്ഞിൻ്റെ കാലിലുള്ള ചെറിയ ചെറിയ മുറിവുകൾ വഴിയാണ് ഇത് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ വീൽസ് ഡിസീസ് എന്ന് പറയുന്ന എലിപ്പനി ഉണ്ടാകുന്നത്. ശക്തമായിട്ടുള്ള പനി, പേശിവേദന, ജോയിൻറ്റ് പെയിൻസ്, വോമിറ്റിംഗ് ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ശരിയായി കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല എങ്കിൽ നമ്മുടെ ലങ്സ്, ലിവർ, കിഡ്നി ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്ന സിവിയർ കോംപ്ലിക്കേഷൻസിലേക്കും ഡെത്തിലേക്കും പോകാൻ സാധ്യതയുള്ളൊരു അസുഖം തന്നെയാണ് എലിപ്പനി. ഓക്കെ, കൊതുകുജന്യ രോഗങ്ങളെക്കുറിച്ച് പറയാം. അതിൽ പ്രധാനമായിട്ടും ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. കൊതുക് ഈഡിസ് ഈജിപ്തി എന്നുള്ള പകല് കടിക്കുന്ന പുലിക്കൊതുവാണ് ഇത് പ്രധാനമായിട്ടും സ്പ്രെഡ് ചെയ്യുന്നത്. ഒരു 1 കിലോമീറ്ററിനുള്ളിലെ ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പറക്കാൻ സാധ്യതയുള്ളൂ. ഈ ഡെങ്കിപ്പനിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത് പനി, ശക്തമായിട്ടുള്ള തലവേദന, നമ്മുടെ കണ്ണിന് പുറകിലുള്ള ശക്തമായിട്ടുള്ള വേദന, വയറുവേദന, പേശിവേദന, ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ജോയിൻറ്റ് പെയിൻസ് ഇതെല്ലാമാണ് ഡെങ്കിപ്പനിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ചിക്കൻ ഗുനിയ പനി ഇതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷനാണ്. എയ്ഡിസ് കൊതുകുകൾ തന്നെയാണ്, പകല് കടിക്കുന്ന എയ്ഡിസ് കൊതുകുകൾ തന്നെയാണ് ഇത് പരത്തുന്നത്. പനിയോടൊപ്പം തന്നെ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന സിവിയർ ജോയിൻറ്റ് പെയിനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മലേറിയ. കേരളത്തിൽ അത്ര കോമൺ അല്ലാത്തൊരു ഇൻഫെക്ഷനാണ് മലേറിയ. ശക്തമായിട്ടുള്ള പനി, വിറയലോട് കൂടിയ പനി, ഡ്രെഞ്ചിങ് സ്വെറ്റ്സ്, ഒത്തിരി അധികം കുഞ്ഞ് വേർക്കുക, ഛർദിലുണ്ടാകുക, ക്ഷീണമുണ്ടാകുക ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഈവനിങ്, വൈകുന്നേരം കടിക്കുന്ന ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ ആണ് യൂഷ്വലി മലേറിയ ഉണ്ടാക്കുന്നത്. ഇതും സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു അസുഖം തന്നെയാണ്. ബ്രെയിനെയും കിഡ്നിയെയും ബാധിക്കാം ശരിയായി ചികിത്സിച്ചില്ല എങ്കിൽ. ഓക്കെ, ഇനി ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ഇത് പരത്തുന്നത് ക്യൂലെക്സ് എന്ന ഗണത്തിൽപ്പെടുന്ന മസ്കിറ്റോസ് ആണ്. ബ്രെയിനെയാണ് ഈ ഇൻഫെക്ഷൻ ബാധിക്കുന്നത്. സോ പനി, ശക്തമായിട്ടുള്ള തലവേദന, റിപ്പീറ്റഡ് വോമിറ്റിംഗ്, അപസ്മാരം, സീഷേഴ്സ് ഉണ്ടാകാം, ബോധക്ഷയം ഇതെല്ലാമാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. വാക്സിൻ വഴി ജാപ്പനീസ് എൻസെഫലൈറ്റിസിനെ നമുക്ക് പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. കേരളത്തിൽ തിരുവനന്തപുരത്തും ആലപ്പുഴയുമാണ് പ്രധാനമായിട്ടും ജെഇ കണ്ടുവരുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പം നമുക്ക് ഇതിന്റെ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇത് പ്രിവെന്റ് ചെയ്യുന്നതാണ്. വെരി മച്ച്. അപ്പം നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇത്രയും അസുഖങ്ങൾ? റൈറ്റ്, മഴക്കാലം ആക്ച്വലി നമുക്ക് പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലമാണ്. ശുചിത്വമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് നന്നായി സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകി വൃത്തിയാക്കണം. വാഷ്റൂം യൂസ് ചെയ്തതിന് ശേഷവും കുഞ്ഞുങ്ങൾ സോപ്പ് ഉപയോഗിച്ച് തന്നെ കൈകൾ കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഭക്ഷണം വീട്ടിൽ തന്നെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ശുചിത്വമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. ഭക്ഷണം പാകം ചെയ്താൽ അടച്ചു വെച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിന്നെ കുഞ്ഞുങ്ങൾ മഴയത്ത് കളിക്കുന്നത് ഒരു പരിധിവരെ നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം. എസ്പെഷ്യലി മലിനമായിട്ടുള്ള ജലത്തിൽ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം. ഇപ്പോൾ കേരളത്തിൽ റീസെൻ്റ് ആയിട്ട് നമുക്ക് കുറച്ചധികം ഡെത്ത്സ് ഉണ്ടാക്കിയ അസുഖമാണല്ലോ അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന ജലത്തിൽ കുളിക്കുന്നത് മൂലം ആ അമീബ നമ്മുടെ മൂക്കിനുള്ളിലൂടെ ബ്രെയിനിൽ എത്തിയിട്ടാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്ന നീഗ്ലേറിയ ഫൗളേറി ആണ് ഈ അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നത്. സോ മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയും ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൊതുക് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ മഴക്കാലത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്, വീട്ടിനകത്തും പുറത്തും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് യൂഷ്വലി ഈ കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് എന്നുള്ളതിനാൽ തന്നെ വീട്ടിനകത്തുള്ള കെട്ടിക്കിടക്കാൻ വെള്ളം ഉള്ള സാഹചര്യങ്ങളായിട്ടുള്ള ഫിഷ് ടാങ്ക്, നമ്മുടെ ഫ്രിഡ്ജിന് പുറകിലുള്ള വെള്ളം, വീട്ടിന് പുറത്താണെങ്കിൽ ടയേഴ്സ്, ട്യൂബ്സ്, മുട്ടത്തോടുകൾ, ഈവൻ നമ്മുടെ ചിരട്ടയിലൊക്കെ കെട്ടിക്കിടക്കുന്ന, നമ്മുടെ പൂച്ചട്ടിയിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം എല്ലാം ഒഴിവാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊതുക് കടിക്കാതെ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫുൾ കൈയുള്ള ഉടുപ്പുകൾ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 2 ഇയേഴ്സിന് മേളിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് മസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിക്കാം, മസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കാം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രതിരോധ മാർഗമാണ് വാക്സിനേഷൻ. നമ്മൾ ഈ സംസാരിച്ച പല സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് എഗെയിൻസ്റ്റും വളരെ ഇഫക്റ്റീവായിട്ടുള്ള വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഇൻഫ്ലുവൻസ H1N1 എഗെയിൻസ്റ്റ് ഇൻഫ്ലുവൻസ വൈറസിന് എഗെയിൻസ്റ്റുള്ള ഫ്ലൂ വാക്സിൻ, ടൈഫോയിഡ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ, ജാപ്പനീസ് എൻസെഫലൈറ്റിസിന് എഗെയിൻസ്റ്റുള്ള JEV വാക്സിൻ, ഇതെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളാണ്.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നമുക്ക് അസുഖമുള്ള കുഞ്ഞുങ്ങളെ കഴിവതും നമ്മൾ സ്കൂളിലേക്ക് വിടാതിരിക്കുക. കോൺടാക്ട് ഐസൊലേഷൻ, വായു വഴി പകരുന്ന രോഗങ്ങളെ തടയാനുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു മാർഗമാണിത്. കുഞ്ഞുങ്ങൾക്ക് അഡീക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക, ധാരാളം വെള്ളം കൊടുക്കുക. കഞ്ഞിവെള്ളം ഉപ്പിട്ടത്, ORS ലായനി, കരിക്കിൻ്റെ വെള്ളം, ഇതെല്ലാം ധാരാളമായി കുഞ്ഞുങ്ങളെ കുടിപ്പിച്ച് പ്രോപ്പർ ഹൈഡ്രേഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം ഇടയ്ക്കിടെ കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ നൽകേണ്ടതാണ്. രോഗാവസ്ഥയുള്ളപ്പോൾ കുഞ്ഞിനെ വീട്ടിൽ വെച്ച് ചികിത്സിക്കാതിരിക്കുന്നത് വളരെ പ്രധാനമാണ്. വളരെ ഏർലി ആയിട്ട് തന്നെ പീഡിയാട്രീഷ്യനെ കാണിക്കുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളും കൃത്യമായിട്ടുള്ള ചികിത്സയും കുഞ്ഞിന് നൽകേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നത് ഡോക്ടർ അശ്വതിയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.